ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ ഇന്നലെ വീഡിയോ ഒന്നും ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. അത് രാവിലെ തന്നെ എഴുന്നേറ്റ് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ നാളികേരം ഉടക്കിയാണ് കേട്ടോ. ഞാൻ നാളികേരം വെള്ളം വാങ്ങിക്കാമെന്ന് വെച്ച് ചെന്നപ്പോഴേക്കും അതൊക്കെ ഒഴിച്ച് കളഞ്ഞു. പിന്നെ ഞാൻ ഗോതമ്പ് ദോശയാണ്, പക്ഷേ ചപ്പാത്തിയുടെ ടേസ്റ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് ചപ്പാത്തിയുടെ ടേസ്റ്റ് വരിക. ചപ്പാത്തിയിൽ അത്രയ്ക്കും ടേസ്റ്റൊന്നും വരുന്നൊന്നും ഞാൻ പറയില്ല. എന്നാലും നമുക്കിത് പെട്ടെന്ന് ഇപ്പോൾ ചോറ് കുറവുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചോറ് വേണ്ടാന്ന് തോന്നുമ്പോഴോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ചപ്പാത്തിയൊക്കെ പരത്തി ഉണ്ടാക്കാനായിട്ട് നിൽക്കണ്ടേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു സവോള അരിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ചേട്ടൻ നാളികേരം ചേരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചായ തിളച്ചിട്ടുണ്ട്. ചായ വേഗം റെഡിയാക്കി വെച്ചു. പിന്നെ നാളികേരം ശരിക്കും ഇതിലേക്ക് ഒരു കപ്പിലേക്ക് അരക്കപ്പ് നാളികേരമാണ് ചേർക്കേണ്ടത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ അത് മാറ്റം വരുത്താൻ ഞാൻ ഇത്തിരി കൂടുതൽ നാളികേരം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല കന്നം കുറച്ചിട്ട് ഉണ്ടാക്കാൻ വെച്ചാൽ അങ്ങനെയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്ത് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അധികം വെള്ളം ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ദോശമാവൊക്കെ ഉണ്ടല്ലോ, ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ഇതിന് ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അത് മിക്സിയിലേക്കൊക്കെ ഇട്ടുകഴിഞ്ഞിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നാളികേരം സവോളയൊക്കെ ഉള്ളതല്ലേ, അതെന്തായാലും നമുക്ക് അരിഞ്ഞ് കിട്ടണം. അപ്പോൾ എന്തായാലും ഒരിത്തിരി സമയം എന്തായാലും പിടിക്കും. എന്നാലും നമുക്ക് ദോശമാവിന് ആട്ടുന്ന സമയമൊന്നും പിടിക്കില്ല, വേഗം തന്നെയാണ് കേട്ടോ. അരച്ചും കണ്ടിട്ട് ആ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ദോശത്തട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി ഒന്ന് നോക്കിയതാണ് ഇട്ടേ കണ്ടത്. ചൂടായതിന് ശേഷം ഒരു തവി ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ഒരു തവി ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് കനം കുറച്ച് പരത്തി ഇത്തിരി നെയ്യ് ഒഴിച്ച് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ചൂടോടെ കഴിക്കണം. ഇത് ഏതായാലും ഗോതമ്പിൻ്റെ ഏത് ഐറ്റംസ് ആയാലും ചൂടോടെ കഴിക്കുന്നത് തന്നെയാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത് അധികം പരത്താണ്ട് ഞാനിങ്ങനെ മൂടി വെച്ച് വേവിച്ചു. പിന്നെ മറിച്ചിട്ടിട്ട് അതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് പരട്ടി കൊടുക്കുക കേട്ടോ. ബട്ടറോ എന്തൊക്കെ ആയാലും കുഴപ്പമില്ല, ഏതായാലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ പരത്തി ഞാൻ മറിച്ചിട്ട് കൊടുത്തു. ഈ ഒരു പരുവായ പിന്നെ നല്ല ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് വരിക. എത്ര ക്രിസ്പി ആക്കണോ അതിനനുസരിച്ച് കേട്ടോ. ഞാൻ ഈ ഒരു പരുവത്തിലേക്ക് ആക്കി എടുത്തു. നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ചപ്പാത്തിയുടെ ടേസ്റ്റൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട കേട്ടോ. എന്നാലും നമുക്ക് എളുപ്പത്തിലൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ചെയ്യാം. അപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് തന്നെ ഞാൻ കോളിഫ്ലവർ ഒരു കറി വെച്ചു കേട്ടോ, മസാലക്കറി. അപ്പോൾ അത് അരിഞ്ഞും കണ്ടിട്ട് ഞാൻ ആദ്യം തന്നെ ഇത്തിരി ചൂടുള്ള വെള്ളം ഒഴിച്ച് ഇട്ടിട്ട് പിന്നെ ഞാൻ പച്ചവെള്ളത്തിൽ കഴുകി, അങ്ങനെയാണ് ചെയ്തത്. ചൂടുള്ള വെള്ളം എന്തായാലും ഒഴിക്കണം. കോളിഫ്ലവറിൽ എന്തായാലും നമ്മൾ ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിക്കണം. ഇതിൽ മഞ്ഞപ്പൊടി ഇടുകയാണെങ്കിൽ നല്ലത്. ഞാൻ മഞ്ഞപ്പൊടി ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ആദ്യം തന്നെ ഇത് വേവുമ്പോൾ ഒരു ചോറിൻ്റെ ടേസ്റ്റാണല്ലോ, എനിക്കത് അത്ര ഇഷ്ടമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കോളിഫ്ലവറും ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അതായത് നമ്മുടെ ചപ്പാത്തി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ആക്കുമ്പോൾ അതിങ്ങനെ പൊള്ളച്ച് വരും കേട്ടോ. മൈദയിലാണെങ്കിൽ നല്ല അടിപൊളിയാണ്, ശരിക്കും ചപ്പാത്തിയുടെ പോലെ തന്നെ ഇരിക്കും. പക്ഷേ മൈദ നമുക്ക് അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതിലേക്കുള്ള തക്കാളിയും സവോളയും അതുപോലെ പച്ചമുളകും ഒക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് തന്നെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന്, ചായ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ഗ്ലാസ് ചായ എടുത്ത് പകർത്തിങ്ങാട്ട് ഞാൻ വെച്ചു. പിന്നെ അതാ കുക്കറിൽ അപ്പോഴേക്കും നമ്മുടെ കോളിഫ്ലവറൊക്കെ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുത്തത്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാലയൊക്കെ ഇടാൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബീഫ് മസാലയൊക്കെ ഇടാൻ വെച്ചാൽ ഏത് മസാല നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അതൊന്ന് മൂക്കണം കേട്ടോ. ആ പൊടികളൊന്ന് മൂക്കണം. അപ്പോൾ അധികം കോളിഫ്ലവർ ഇല്ലല്ലോ, അതുകൊണ്ട് മൂക്കാനായിട്ട് അത്ര വലിയ വെളിച്ചെണ്ണയൊന്നും ആവശ്യമില്ല. പിന്നെ ഈ തക്കാളിയും സവോളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞാൻ ഒരെണ്ണം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി വെള്ളം കൂടിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവറോ അല്ലെങ്കിൽ ഒരു ഇത്തിരി തേങ്ങാപ്പാലോ ചേർക്കണം, നന്നായിരിക്കും. ഞാനത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് കുറുതാവട്ടെ വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. കറിവേപ്പില കിട്ടിയ വിവരം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല. കറിവേപ്പില കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ്റെ ഓഫീസിലെ ഒരു ചേച്ചി കൊണ്ടു കൊടുത്തിട്ടുണ്ട്. നാളികേരവും 2-3 കൊണ്ടു കൊടുത്തു പറഞ്ഞാവോ അല്ലേ, ഞാൻ ഇന്നലത്തെ വീഡിയോയിലേക്ക് ഓർമ്മയില്ല. എന്തായാലും കറിവേപ്പില നാളികേരം കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ കറിവേപ്പില കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. കറിവേപ്പില അങ്ങനെ കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ അത്ര നല്ലതൊന്നും കിട്ടില്ലല്ലോ.
കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ ഒരു ഇത്തിരിക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര വിഷമം. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോഴാണ് നമുക്കൊന്ന് ലാവിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ മുറ്റത്ത് ചോറ് വന്നിട്ടുണ്ട്, അത് ചേട്ടൻ എനിക്ക് എടുത്തു കൊണ്ടുവച്ച് തന്നു. പിന്നെ ഞാനത് ഈ ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക്. എന്നിട്ട് പിന്നെ ചോറും കൂടി അതിനിടയ്ക്ക് ഊറ്റി. പിന്നെ കുറച്ച് വഴുതനങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പേരിക്കുള്ളത്. അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും മുളകൊക്കെ മൂപ്പിച്ച് കറിവേപ്പില ഇട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചതച്ച മുളക് ഇടുകയാണെങ്കിൽ നല്ലത് കേട്ടോ. മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ച് പിന്നെ നമ്മുടെ വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വെള്ളം തെളിച്ച് കൊടുത്താൽ മതി. ഒട്ടും വെള്ളം ഒഴിച്ചില്ലെങ്കിലും വിരോധമില്ല, എന്നാലും ഞാൻ ഒന്ന് തെളിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അധികം വേവിച്ചെടുത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് വഴറ്റി ഇങ്ങനെ എടുക്കുക. അങ്ങനെ അതവിടെ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ മസാല ബോക്സൊക്കെ എടുത്തതൊക്കെ തിരിച്ചെടുത്ത് വെച്ച് പിന്നെ വേഗം ചോറ് ഊറ്റിയിട്ടുണ്ടായിരുന്നില്ല, അത് വേഗം ഊറ്റി വെച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ പറയുക, ഇടപെടാതെ ചെയ്താൽ തന്നെയാണ് നമ്മുടെ ജോലികൾ വേഗം വേഗം കഴിയുള്ളൂ കേട്ടോ. മുറ്റത്ത് തീ കത്തിക്കുമ്പോൾ തീ കത്തിക്കാൻ തന്നെ ഞാൻ പോവില്ല, ചേട്ടനോട് പറയാം അതൊന്ന് തള്ളി വയ്ക്കുമെന്ന് പറയുള്ളൂ. അപ്പോൾ അതാ കാത്തിരിക്കുകയാണ് കേട്ടോ. 2-3 പൂച്ചക്കുട്ടന്മാർ, അവർക്കറിയാം ഞാൻ കൊടുക്കണ സമയം, അത് കാരണം അവരതങ്ങനെ കാത്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് ചോറൊക്കെ അവർക്ക് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ കഞ്ഞെള്ളം അതേ പുല്ലിൻ്റെ മുകളിൽ ചൂടോടെ കൊണ്ട് ഒഴിക്കുകയാണ് കേട്ടോ, അത് ഉണങ്ങി പോകാനായിട്ട്. അപ്പം ഞാൻ ഒഴിക്കണ സ്ഥലത്തത്തെ ഉണങ്ങി പോകണമൊക്കെ ഉണ്ട് കേട്ടോ, അത് കാരണം ഭയങ്കര സന്തോഷം. പിന്നെ ശരിക്കും പറയാൻ വെച്ചാൽ ഇത്രയ്ക്കായിട്ടുള്ള സൂര്യ ഉദിച്ച് വരണ തന്നെയുള്ള 7 മണി ആവണുണ്ടായുള്ളൂ കേട്ടോ, ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചോറൊക്കെ പകർത്തി ചേട്ടനുള്ള ചോറ് പകർത്തി കണ്ടിട്ട് വേഗം കൊണ്ടുവച്ചു. പിന്നെ ശ്രീകുട്ടനുള്ള ചോറ്, ശ്രീകുട്ടന് കോളിഫ്ലവർ ഇപ്പോൾ വേണ്ട, സ്കൂളിലേക്ക് വേണ്ടെന്ന് പറഞ്ഞു. ചാറല്ലേ, ഉപ്പേരിയും അച്ചാറും മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കൊടുത്തു വെച്ചു. പിന്നെ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു. ദോശമാവ് എടുത്ത് ഇത്തിരി അധികമായി, ഞാനത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാ, പിറ്റേ ദിവസം അങ്ങനെ എടുക്കാമല്ലോ. അപ്പോൾ അത് കലം തേക്കാനായിട്ട് വന്നപ്പോൾ നമ്മുടെ പച്ചമുളക് കുറച്ചൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി പാവാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് കണ്ടിട്ട് പൊട്ടിച്ച് കണ്ടിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പഴുത്ത് നിന്നാൽ അതിനത് കൊഴിഞ്ഞ് വീണ് പോയി. ചിലപ്പോൾ നമ്മൾ വൈകുന്നേരം വരുമ്പോൾ അത് ഓർത്തൊന്നും വരില്ലല്ലോ. അപ്പോൾ അത് കാരണം അത് പൊട്ടിച്ച് കണ്ടിട്ട് എടുത്തു. അധികം ഉണ്ടായില്ല, 5-6 പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പഴുത്തത് കേട്ടോ. അല്ലാത്തത് നിൽക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് വിത്തിന് വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാനാണ്. അപ്പോൾ അത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ കാലമൊക്കെ തേച്ച് ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ട് അവിടെ തന്നെ നിന്ന് തേക്കുകയാണ് കേട്ടോ. വേഗം തേച്ച് വെച്ചില്ലെങ്കിൽ വൈകുന്നേരം അതൊരു പണിയാണ്. വൈകുന്നേരം വരുമ്പോഴാണ് കേട്ടോ എനിക്ക് അങ്ങനെ അധികം ജോലികളെടുക്കാൻ ഇപ്പോൾ ഇഷ്ടമില്ല. ചെടിക്കും കഴിഞ്ഞ് വേഗം ഒന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നലെ തലവേദന ആയിട്ടാണ് കേട്ടോ, ഭയങ്കര തലവേദനയായിപ്പോയി, ഉറക്കം ശരിയല്ലാണ്ട്. അപ്പോൾ അത് കാരണമാണ് ഇന്നലെ എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് വരാത്തത്. കുറേ കൂട്ടുകാർ കാത്തിരുന്നുണ്ടായിരുന്നു. ജീന എന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാത്തിരുന്ന് തോറ്റിട്ട് ഫസ്റ്റ് തന്നെ കമൻ്റ് ഇടുന്ന ആളാണ് ജീന. അപ്പോൾ ഭയങ്കര കൂട്ടായിട്ടാണ്, ഫോൺ വിളിക്കാൻ കൂടി ആയ കാരണം ഫോൺ നമ്പർ കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷം. ഫസ്റ്റ് കമൻ്റ് ഇടുന്നതിന് ജീനയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റൊക്കെ ഞാൻ പതുക്കെ ശരിയാക്കാട്ടോ, ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചെയ്യണമെന്ന്. അപ്പോൾ അതിനിടയ്ക്ക് ഇതൊക്കെ കഴിച്ച് ഞാൻ പിന്നെ വൈകുന്നേരം വന്നപ്പോൾ ഞാൻ പറയില്ല നല്ല തലവേദനയായിരുന്നു. അപ്പം ഞാൻ അത് ഫ്രിഡ്ജിൽ വെച്ച് കണ്ട് പോയി കിടന്നതായിരുന്നു. അപ്പോൾ പൂച്ചക്കുട്ടന്മാർ സ്വൈര്യമില്ല, മുറിയുടെ വാതൊക്കെ വന്ന് കരഞ്ഞിട്ട്. അപ്പം എൻ്റെ മുഖം തന്നെ കണ്ടാൽ കൂട്ടുകാർക്ക് അറിയാം. പിന്നെ മീനെടുത്ത് ക്ലീനാക്കി കണ്ടിട്ട് അവർക്കുള്ളത് ഇട്ട് കൊടുത്തു. പിന്നെ അതിൽ വറക്കാനായിട്ട് ഉപ്പും മുളകും പുരട്ടി വെച്ചപ്പോഴേക്കും എനിക്ക് തീരെ പറ്റാണ്ടായി. ഞാനതങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ച് വേഗം പോയി കിടന്നു കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ഓടി വന്നതൊന്ന് വറുത്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ 2 ദോശ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞിട്ട് കുളിച്ച് പിന്നെ പോയി കിടന്നു. വേറെ അധികം പണിയൊന്നും എടുത്തില്ല. പിന്നെ മീൻകറിയൊക്കെ പിറ്റേ ദിവസമാണ് ഞാൻ വെച്ചത്. അപ്പോൾ ഇന്ന് കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിലുള്ളൊരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെയും കൂടിയും റെസിപ്പികളൊക്കെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിനി പതുക്കെ അങ്ങനെ വേറെ ഉൾപ്പെടുത്താം കേട്ടോ. ചിലപ്പോൾ ഒക്കെ അങ്ങനെ മനസ്സിൽ നിന്ന് വിട്ടു പോണതുകൊണ്ടാണ് അതൊക്കെ അങ്ങനെ പോണത്. അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടോളാം കൂട്ടുകാർ, എന്തെങ്കിലുമൊക്കെ അങ്ങനെ വേറെ സ്ഥലത്തായിട്ട്. നമ്മുടെ തൃശ്ശൂർക്കാരുടെ എന്തായാലും ഞാൻ ഓട്ടോമാറ്റിക്കലി അത് ഇടും. മറ്റുള്ളവരാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ നിന്ന് വന്നു എന്ന് വരില്ല. അപ്പം അങ്ങനെ പൂച്ചക്കുട്ടന്മാർക്കൊക്കെ നല്ല സമാധാനമായി ഒക്കെ കൊടുത്ത് ഞാൻ അത് അകത്ത് കൊണ്ടുവന്ന് എടുത്ത് വെച്ച് ഞാൻ പറഞ്ഞില്ലേ പിന്നെ കിടന്നു എന്ന്. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഈ കറി വെച്ചത്. അപ്പോൾ കറി മാത്രമാണ് അന്ന് പിടിച്ചുള്ള, ബാക്കിയൊന്നും ഞാൻ പിടിച്ചില്ല. അപ്പോൾ അത് ആ ചട്ടി അടപ്പത്ത് വെച്ച് ഇത്തിരി കടുക് ഇട്ട് പൊട്ടിച്ചു, ഇത്തിരി ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചു കേട്ടോ. അതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചുമന്നുള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി, അത് ഒരു 10-15 ഉണ്ടാവും അരിഞ്ഞങ്ങാണ്ട് അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളകും കൂടി ഈ നേരത്തെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനത് മറന്നു പോയിട്ട് ലാസ്റ്റാണ് ചേർത്തത്.
അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടി, ചെറുതായിട്ട് വഴണ്ടാൽ മതി. അപ്പോഴേക്കും നമുക്ക് മുളക് പൊടിയിലൊക്കെ കൂടെ കിടന്ന് വീണ്ടും വഴണ്ട് കിട്ടുമല്ലോ. പിന്നെ 2-3 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത്. പിന്നെ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് മല്ലിപ്പൊടി അങ്ങനെ ഉപയോഗിക്കുന്നു കാണുന്നില്ല കേട്ടോ. മല്ലിപ്പൊടി ഇടുമ്പോൾ നല്ല കുറുതായി കിട്ടും നമുക്ക്. അങ്ങനെ കുറുതായി കിട്ടണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാം. പക്ഷേ ഇതിൽ ശരിക്കും ചേർക്കില്ല. അപ്പോൾ അങ്ങനെ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തു. കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തു. കുറച്ച് നേരമായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പോൾ നന്നായിട്ട് പുളിയൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അത്യാവശ്യം പുളി വേണം ഈ ഒരു കറിക്ക്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ടിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളമൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. ഉപ്പും കൂടി ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ മൂടി വെച്ചു കേട്ടോ. അപ്പോൾ വെള്ളം പെട്ടെന്ന് തിളയ്ക്കാം. പിന്നെ ഞാൻ പറയില്ലേ പച്ചമുളക് ഇടാൻ മറന്നു, അപ്പോൾ പിന്നെ പച്ചമുളക് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഇട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും ഞാൻ പിന്നെ മീൻ ഇട്ട് കൊടുത്തു. ഞാൻ ഇട്ട് കൊടുത്ത മീൻ അയിലയാണ്. അപ്പോൾ നല്ല നെയ്മീനോ ചാളയോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു രീതിയിൽ വെക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ മീനൊക്കെ കുറച്ച് അധികം ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു 4 മീനിലൊന്നും ഇങ്ങനെ വെച്ച് എളുപ്പത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് എനിക്ക് തോന്നണില്ല. അപ്പോൾ അങ്ങനെ നിറയെ മീനൊക്കെ ഇട്ട് കൊടുത്തു, മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചു കേട്ടോ. പിന്നെ ഞാൻ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും തുറന്ന് വെച്ച് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുതായതിന് ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ്, വെരി ലോ ഫ്ലെയിമിലിട്ടിട്ട് കേട്ടോ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി തിളപ്പിക്കുക. അപ്പം അങ്ങനെ എന്താ പറയുക, അങ്ങനെ കുറുതായി വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് കിട്ടും. അപ്പോൾ അതുവരെ തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ തെളിഞ്ഞ് കഴിയുമ്പോൾ നിറയെ കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടിയും ഇട്ട് കൊടുത്തിട്ട് പിന്നെ മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നല്ല അടിപൊളി കളറായിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറന്നു പോകരുത്.